എവരിവൺ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്സ്പേസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും ഒരു സബ്സെറ്റ് വിയുടെ ഒരു സബ്സെറ്റ് സബ്സ്പേസ് ആവാനുള്ള ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനായിട്ടുള്ള ഒരു തിയറം ഡിസ്കസ് ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. സബ്സ്പേസിലുള്ള കുറച്ച് എക്സാമ്പിൾ 1. If V is any vector space, if V is any vector space over F, then number 1, V itself a subspace of V. രണ്ടാമത്തത് സെറ്റ് 0 consisting of the 0 vector alone is a subspace of V called zero space, zero subspace of V, zero subspace of V. അപ്പോൾ നോക്കൂ, എക്സാമ്പിൾ എന്താണ്? വി എന്നത് ഏതോ ഒരു വെക്റ്റർ സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊരു വെക്റ്റർ സ്പേസ് കിട്ടിയാലും നിങ്ങളോട് ചോദിക്കുകയാണ് അതിൻ്റെ സബ്സ്പേസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഒന്ന് അതന്നെ, അതായത് വി എന്നത് ഒരു വെക്റ്റർ സ്പേസ് ആണ്. അപ്പോൾ വി ഇറ്റ്സെൽഫ് എ സബ്സ്പേസ് ഓഫ് വി. ഇനി രണ്ടാമത്തതോ സെറ്റ് 0. ആ സെറ്റിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 0 മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എന്നതും ഒരു സബ്സ്പേസ് ആണ് വിയുടെ. അതിന് പറയുന്ന പേരാണ് സീറോ സബ്സ്പേസ് ഓഫ് വി. ഓക്കെ, അപ്പം R2 ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R. നിങ്ങൾ ചെയ്തതാണ്. ഇതിൻ്റെ ഒരു സബ്സ്പേസ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? R2 എന്ന് പറയാം. R2 ഈസ് എ സബ്സ്പേസ് ഓഫ് R2. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് പറയാം? രണ്ടാമത്തേതായിട്ട് ഒന്നാമതായിട്ട് R2 ഈസ് എ സബ്സ്പേസ് ഓഫ് R2. രണ്ടാമതോ സെറ്റ് 0 ഈസ് എ സബ്സ്പേസ് ഓഫ് R2. ഒരു വെക്റ്റർ സ്പേസ് കിട്ടിയാൽ നമുക്ക് കണ്ണും പൂട്ടിയിട്ട് എന്ത് പറയാം? രണ്ട് സബ്സ്പേസുകളെ കുറിച്ചിട്ട് അവിടെ പറയാൻ കഴിയും. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2. Fn over F is a vector space അല്ലേ? Fn is a vector space over F എന്നാണ് പറയാം. അപ്പോൾ അവിടെ ഈസ് എ വെക്റ്റർ സ്പേസ് പറയാം. അപ്പോൾ Fn is a vector space over F, വെക്റ്റർ സ്പേസ് ഓവർ F. ഇതിൻ്റെ ഒരു സബ്സ്പേസ് ആണോ ഞാൻ പറയാൻ പോകുന്ന സെറ്റ് എന്ന് പറയണം. അപ്പോൾ ലെറ്റ് W is equal to set of all x1, x2, etc. xn such that x1 equal to 0. അപ്പോൾ Fn എന്താണെന്ന് നല്ല ഐഡിയ വേണം. ഇപ്പോൾ ആദ്യത്തെ ക്ലാസ് കിട്ടാത്തവർക്ക് നോക്കുക. F എന്ന് പറഞ്ഞാൽ n ടപ്പിളിൻ്റെ സ്പേസാണ്. അതിലൊരു എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ n ടപ്പിളാണ്. അതായത് n ടപ്പിൾ x1, x2, etc. xn എന്നതായിരിക്കും നമ്മൾ ഏതിൽ വരിക? Fnൽ വരിക. പക്ഷേ W എന്ന ഈ സെറ്റിൽ എന്തുണ്ടാവും? ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആവണം. ഓക്കെ, ഇപ്പോൾ ഡബ്ല്യൂവിലുള്ള ഒരു എലമെൻ്റായിട്ട് 0, 1, 1, 1 etc. 1 ആക്കാം. ഓക്കെ, എൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരാൾ വേണമെങ്കിൽ 0, 0 അവസാനം 1 ആയാലും അത് എവിടെ ഉണ്ട്? ഡബ്ല്യൂയിലുണ്ട്. ഡബ്ല്യൂയിലുള്ള എലമെൻറ്റുകളുടെ പ്രത്യേകത എന്ത് മാത്രമേ ഉള്ളൂ? ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആവണം. അപ്പോൾ F എന്ന് പറഞ്ഞാൽ എല്ലാതരം n ടപ്പിൾ സ്പേസുകളും, പക്ഷേ W എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആവുന്ന സ്പേസുകൾ. ഓക്കെ അല്ലേ? ദെൻ to prove that W is a subspace of Fn. W എന്നത് Fnൻ്റെ ഒരു സബ്സ്പേസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, prove that W is a subspace of Fn. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ഒരു സബ്സ്പേസ് ആവണമെങ്കിൽ
ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയിട്ടുള്ള ഒരു തിയറി ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? അപ്പം ഒരു നോൺ എംപ്റ്റി സെറ്റാണ് ഡബ്ല്യു. ദെൻ ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് വി ഇഫ് ആൻഡ് ഓൺലി ഇഫ്. സബ്സ്പേസ് ഓഫ് വി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്തായിരുന്നു? സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു ഫോർ ഓൾ ആൽഫ ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു ആൻഡ് സി ബിലോങ്സ് ടു എഫ്. അതായത് ഡബ്ല്യു എന്നത് ഒരു സബ്സ്പേസ് ആവണമെങ്കിൽ ഡബ്ല്യുവിലെ 2 എലമെൻറ്റുകളും എടുക്കുക, കൂടാതെ ഒരു സിയും. അപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റ എവിടെ ഉണ്ടാവണം? ഡബ്ല്യുവിൽ ഉണ്ടാവണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇത് ഇവിടെ അപ്ലൈ ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് ആൽഫ ബീറ്റ എന്ന 2 എലമെൻറ്റുകൾ ഡബ്ല്യു എന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ 2 എലമെൻറ്റുകൾ ആൽഫയും ബീറ്റയും സെലക്ട് ചെയ്യുകയാണ്. ലെറ്റ് ആൽഫ ബിലോങ്സ് ടു ഡബ്ല്യു. ആൽഫ എന്നത് ഡബ്ല്യുവിലുണ്ട്. ഡബ്ല്യുവിലുണ്ടെങ്കിൽ അവിടുത്തെ പ്രോപ്പർട്ടി എന്താ? ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആവും. അതായത് n ടപ്പിൾ x1 x2 എക്സെട്ര xn ആണ്. കൂടാതെ എന്തും കൂടെ ഉണ്ട്, x1 0 ആവണം. ഓക്കെ, ദെൻ ആൽഫ ക്യാൻ ബി റിട്ടൺ ആസ്, ആൽഫനെ ഞാൻ എങ്ങനെ എഴുതി? x1 x2 എക്സെട്ര xn എന്നെഴുതി. സച്ച് ദാറ്റ് അവിടെ എന്തുണ്ടാവും? x1 = 0. ഓക്കെ അല്ലേ? ഇനി ബീറ്റ എന്താ? ബീറ്റയും ഡബ്ല്യുവിലുള്ളതാണ്. അപ്പോൾ ബീറ്റനെ നമുക്ക് n ടപ്പിളാക്കിയിട്ട് എഴുതാൻ കഴിയും, y1 y2 എക്സെട്ര yn. പക്ഷേ ബീറ്റ ഡബ്ല്യുവിലായതുകൊണ്ട് എന്തുണ്ടാവണം? y1 0 ആവണം. ഓക്കെ അല്ലേ? അപ്പോൾ 2 എലമെൻറ്റ് ആൽഫയും ബീറ്റയും ഞാൻ ഡബ്ല്യു എന്ന് എടുത്തു. എനിക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സി ആൽഫ പ്ലസ് ബീറ്റ എന്നത് ഡബ്ല്യുവിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം ഫോർ ഓൾ സി ബിലോങ്സ് ടു എഫ്. ഇനി ഈ സി ആൽഫ പ്ലസ് ബീറ്റ എന്നത് ഡബ്ല്യുവിലുണ്ട് എന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? അപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റ എന്നത് ഒരു n ടപ്പിളായിട്ട് കിട്ടും. ഓക്കെ, അതിലെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്താവണം? 0 ആവണം. അപ്പോൾ നമുക്ക് സി ആൽഫ പ്ലസ് ബീറ്റ എന്താ നോക്കാം. സി ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു x1 x2 എക്സെട്ര xn പ്ലസ് ബീറ്റ എന്താ? y1 y2 എക്സെട്ര yn. ഇവിടെ നമുക്കുള്ള കണ്ടീഷൻ എന്താണ്? x1 0 ആണ്. ഇവിടുന്ന് നമുക്ക് x1 0 ആണെന്നും ഇവിടെ y1 0 ആണെന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു സി x1 പ്ലസ് y1. അതായത് ഇതിൻ്റെ സി കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് y1 ഇവിടുത്തെ ഫസ്റ്റ് കോർഡിനേറ്റുമായിട്ട് ആഡ് ചെയ്യാം. രണ്ടാമത്തതോ സി x2 പ്ലസ് y2 എക്സെട്ര സി xn പ്ലസ് yn ആണ് എന്തുള്ളത്? സി ആൽഫ പ്ലസ് ബീറ്റ ഉള്ളത്. ഇനി ഇത് ഡബ്ല്യുവിലാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആവണം. അപ്പം നമുക്ക് ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം സി x1 പ്ലസ് y1 ഈസ് ഈക്വൽ ടു സി ഇൻറ്റു x1 0 അല്ലേ? കാരണം എന്താ? ആൽഫ എന്ന ഡബ്ല്യുവിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആണ്. y1 0 അല്ലേ? അപ്പോൾ 0 ആണ്. അപ്പോൾ എന്ത് വന്നു? സി x1 പ്ലസ് y1 ഈക്വൽ ടു 0. Therefore, C alpha plus beta is equal to C x1 plus y1, C x2 plus y2, etc. C xn plus yn, such that എന്ത് കൂടെ ഉണ്ടായി? സി x1 പ്ലസ് y1, അതായത് ഫസ്റ്റ് കോർഡിനേറ്റ് എന്തായി? 0 ആയി. വിച്ച് ഇംപ്ലൈസ് സി ആൽഫ പ്ലസ് ബീറ്റ belongs to W. Okay, so W is a subspace of Fn. W is a subspace of Fn. Okay, thank you.